PMCയെ ചൊല്ലി ഭരണപക്ഷ പ്രതിപക്ഷ വാക്പോര്. PM ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ കേരളം പങ്കാളിയാണെന്നും തുക വാങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. PMC നടപ്പാക്കാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിൻ്റെ ഭാഗമായി പണം വാങ്ങിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതിലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ് എഗ്രിമെൻ്റ് വെച്ചതാണ്, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ എഗ്രിമെൻ്റ് വെച്ചതാണ്. ധനകാര്യ വകുപ്പിൻ്റെ ആ കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്ത് ഫിനാൻഷ്യൽ ക്ലിയറൻസ് കൊടുത്തു. എല്ലാ ക്ലിയറൻസും കൊടുത്തിട്ടാണ് ഗവൺമെൻറ് പോയിട്ട് ഒപ്പുവെച്ചത്. ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി ഇതിൽ ഒപ്പുവെച്ച BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് കൂടി സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ജോയിൻ്റ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ തൊടാത്ത രീതിയിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ തീരുമാനം എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം PM ശ്രീ പദ്ധതിയിൽ നിന്നും ഒരു പൈസ പോലും LDF സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് വി ശിവൻകുട്ടി തിരിച്ചടിച്ചു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് PMC നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നടപടിക്രമവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടില്ല. SSK ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു താൽക്കാലികമായ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കി. അത് CPI മുന്നണിയിൽ തർക്കമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വച്ച എഗ്രിമെന്റിൽ നിന്ന് വിഡ്രോ ചെയ്തതായിട്ടും ക്യാപ്റ്റൻ അബൈൻസിൽ വെക്കുന്നതായിട്ടും അത് ക്യാബിനറ്റിന്റെ തീരുമാനമാണെന്നും ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് PMC നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. പൊതുവിദ്യാഭ്യാസ രംഗം കേരളത്തിൽ നിന്ന് PMCയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. PMCക്ക് വേണ്ടി ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അത് വസ്തുതാ വിരുദ്ധമാണ്, കള്ളമാണ്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒപ്പിട്ട കരാറിന്റെ തുടർ നടപടികൾ തുടരണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന്റെ കത്ത് വന്നിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നാലെയാണ് തടഞ്ഞുവെച്ച ഫണ്ട് വന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഒപ്പിട്ട കരാറിന്റെ തുടർ നടപടികൾ ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത നടപടിക്രമങ്ങളുണ്ട്. PM ശ്രീ എന്ന് പറഞ്ഞിട്ടല്ല പണം തരുന്നത്. PM ശ്രീ പദ്ധതി ഒപ്പുവെക്കാത്തത് കൊണ്ട് കേന്ദ്രം SSK ഫണ്ട് തടഞ്ഞു വെച്ചു. ഈ ഒപ്പിട്ടതിൻ്റെ 4-ാം ദിവസം SSK ഫണ്ടിൽ 93 കോടി അറൗണ്ടാണ്, 92 പോയിന്റ് സംതിങ് ആണ്, 93 കോടി രൂപ റിലീസ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും കാലം തടഞ്ഞു വെച്ചത് ഒപ്പിടാത്തതുകൊണ്ടായിരുന്നു. ഒപ്പിട്ടപ്പോൾ PM ശ്രീക്കുള്ള ഫണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, കേന്ദ്രം നമുക്ക് തരേണ്ട SSK വിഹിതം, SSK ഫണ്ട് തന്നു. വീണ്ടും പിന്നീട് ഒരു 6-7 കോടി വന്നു. അങ്ങനെ 99 കോടി രൂപ ആ ഇനത്തിൽ വന്നിട്ടുണ്ട്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, സർക്കാരിന്റെ സ്റ്റാൻഡ് പറയുകയുണ്ടായി. ഈ ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട ഫണ്ട് വലിയ തുകയാണ്. അപ്പോൾ അക്കാര്യം ഈ സർക്കാരിൻ്റെ കാലത്ത് എന്തായാലും കഴിഞ്ഞ സർക്കാരിലേക്ക് ചാരിക്കൊണ്ട് ഈ പദ്ധതിയുടെ തുടർച്ചയിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണോ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നേരത്തെ തന്നെ ഇപ്പോൾ നമ്മൾ കേട്ടുവല്ലോ, വിദ്യാഭ്യാസ മന്ത്രിയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇനി ഇക്കാര്യത്തിൽ സ്റ്റാൻഡ് എങ്ങനെയാണ് സർക്കാരിൻ്റെ? അപ്പം അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള അറിയിപ്പ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിലുള്ള നിലപാട് സംബന്ധിച്ചൊക്കെയുള്ള നയപരമായിട്ടുള്ള കാര്യമാണല്ലോ. കാര്യം എങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിഷയത്തിലൊരു ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷ, സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് അന്ന് PM ശ്രീ കരാറിൽ ഒപ്പിടുമ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞത് എന്താണോ അതാണ് ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത്. അന്ന് ആ കരാറിൽ ഒപ്പിട്ടപ്പോൾ വി ഡി സതീശൻ അതിനെ എതിർത്തുകൊണ്ട് എന്താണോ പറഞ്ഞത് അതാണ് ഇപ്പോൾ വി ശിവൻകുട്ടി, അന്ന് അനുകൂലിച്ച വി ശിവൻകുട്ടി പറയുന്നത്. ഏതായാലും PM ശ്രീ കരാറുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. അത് കഴിഞ്ഞ സർക്കാർ അതിൽ ഒപ്പിട്ടു പോയി എന്ന ഒരു സാങ്കേതികത്വത്തിൽ ഊന്നിക്കൊണ്ടാണ് UDF സർക്കാർ PM ശ്രീ കരാറുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് അതിന് കാരണമായിട്ട് വി ഡി സതീശൻ പറയുന്നത് അത് സെക്രട്ടറി തലത്തിലെടുത്ത അല്ലെങ്കിൽ
അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ എടുത്ത തീരുമാനമാണ്. സെക്രട്ടറിമാരാണ് ആ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിൽ ഒരു ഭരണം മാറുമ്പോൾ ആ നയം മാറി എന്ന് പറഞ്ഞുകൊണ്ട് ആ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമല്ല. അതിന് നിയമപരമായ ഒരുപാട് സാങ്കേതികത്വം ഉണ്ട് എന്നുള്ളതാണ് വി ഡി സതീശൻ വിശദീകരിക്കുന്നത്. ഏതായാലും UDF സർക്കാർ PM ശ്രീ കരാറുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ആ കരാർ ഒപ്പിട്ടതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഫണ്ട് കിട്ടി എന്ന് വി ഡി സതീശൻ ആദ്യം പറഞ്ഞു. അത് PM ശ്രീ ഫണ്ട് എന്ന ധ്വനിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് മാധ്യമപ്രവർത്തകർ ആവർത്തി ചോദിച്ചപ്പോൾ അത് SSK ഫണ്ടാണ്, 92 കോടിയോളം രൂപ SSK ഫണ്ടാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ PM ശ്രീ കരാർ നടപ്പാക്കാൻ തുനിയുമ്പോഴും അതിൽ ചില ഇളവുകൾ കേരളം തേടും എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിലബസ് സംബന്ധിച്ചുള്ള കാര്യമാണ്. അത് SCRT സിലബസ് തന്നെ പഠിപ്പിക്കും എന്നുള്ളതാണ് കേരളത്തിൻ്റെ സ്റ്റാൻഡ്. അതിനുള്ള സ്വാതന്ത്ര്യം കേരളത്തിന് തരണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ സ്റ്റാൻഡ്. മറ്റൊന്ന് സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിനുള്ള സ്വാതന്ത്ര്യവും സംസ്ഥാനത്തിന് നൽകണം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് അതിന് അത്തരമൊരു തീരുമാനം അല്ലെങ്കിൽ നിലപാട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നില്ലെങ്കിലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വിശദീകരിച്ചത് അത് അപ്പോൾ നോക്കാം എന്നുള്ളതാണ്. മാത്രമല്ല ഈ 2 ഇളവുകൾ സംബന്ധിച്ച് BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും 1000-ലധികം കോടി രൂപ PM ശ്രീ കരാറുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിന് ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കുക തന്നെ വേണം. അത് ഔദാര്യമല്ല, അത് അവകാശമാണ് എന്നുള്ളതാണ് UDF സർക്കാരിൻ്റെ സ്റ്റാൻഡ്. ഏതായാലും ഒരു സമയത്ത് കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീ കരാറിൽ ഒപ്പിട്ടപ്പോൾ എടുത്ത രാഷ്ട്രീയ നിലപാടിൽ നിന്ന് UDF പിന്നോക്കം പോയിരിക്കുന്നു. ആ PM ശ്രീ കരാറുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFൻ്റെ തീരുമാനം. അതിൽ നയപരമായ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ആ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്.